ഇന്ന് നമുക്ക് പച്ചക്കപ്പ കൊണ്ടൊരു വെറൈറ്റി പുട്ടുണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനൊരു കപ്പ എടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടായ കപ്പയാണ്. അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കും പോലെ തന്നെ നമുക്ക് കപ്പ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന താമസമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാനത് മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ കപ്പ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ച് ഊറ്റാറുണ്ട്. അതിനെക്കാട്ടി നല്ലതാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിനുള്ള എല്ലാ സ്റ്റാർച്ചും അതുപോലെ തന്നെ കപ്പയ്ക്കൊക്കെ ഒരു ചെറിയൊരു കട്ടൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പോയി കിട്ടും. ഞാനൊന്ന് കൈ കൊണ്ട് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനൊക്കെ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകി വീണ്ടും നമുക്കൊന്ന് കഴുകി ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് അതൊന്ന് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞെടുക്കാം. അപ്പം ഞാൻ അത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ ഞാനത് മുഴുവനും പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ സ്റ്റാർച്ച് മൊത്തം പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് കപ്പ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇടേണ്ടത് പുട്ടുപൊടിയാണ്. പുട്ടിൻ്റെ പൊടി ഞാൻ ആദ്യം ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് അത് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മൾ പുട്ട് കുഴയ്ക്കും പോലെ ആ പൊടി എല്ലായിടത്തും ജലനൂത്തിലൊന്ന് കുഴച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം തുറന്ന് ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി പൊടിയുടെ ആവശ്യം തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മൊത്തം ഒരു 1/4 കപ്പ് അരിപ്പൊടി പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടി എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഒരു അരമുറി തേങ്ങ ചുരണ്ടിയത് അതും കൂടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് പുട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ഇട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾക്ക് പണി കഴിഞ്ഞു. നമ്മൾക്ക് ഇനി സാധാരണ പുട്ടുണ്ടാക്കും പോലെ തന്നെ പുട്ടുണ്ടാക്കി കൊടുക്കാം. തേങ്ങ നിങ്ങൾക്ക് അടിയിലിടുക, നടുക്കിടുക, അവസാനം ഇടുക, അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ല എങ്കിൽ ഒന്നിച്ചങ്ങോട്ടിട്ട് ഞാനിട്ടതുപോലെ ഇട്ട് ഒന്നിച്ച് തേങ്ങയും കൂടി ഇട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾക്ക് ആവി കയറ്റുവാനായിട്ട് പുട്ടുകുറ്റിയുടെ അകത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ കുക്കറിന് ആ നോബിനകത്താണ് ഇത് വയ്ക്കുന്നത്. ഇത് നമ്മൾക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ പ്രഷർ കൊണ്ട് നമ്മളുടെ പുട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം മതി, അത്രയും തന്നെ വേണ്ട. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കപ്പ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് നമ്മളത് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ 2 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്തില്ലേ, അതുപോലെ പിഴിഞ്ഞെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടിച്ചും വയ്ക്കാം. അങ്ങനെ ഇതുപോലെ പുട്ടുണ്ടാക്കിയെടുക്കാം. അല്ല എങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഏതായാലും വളരെ ടേസ്റ്റിയാണ്. ഇതിൽ നമ്മൾക്ക് കറിയുടെ മീൻ കറിയുടെ കൂട്ടത്തിലോ ഇറച്ചിക്കറിയുടെ കൂട്ടത്തിലോ അതുമല്ല പഴത്തിൻ്റെ കൂട്ടത്തിലോ ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബൈ ബൈ.